എല്ലാവർക്കും ഹെലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഒരിക്കൽ ഒരു ചീപ്പ് നിർമ്മാണ കമ്പനിയുടെ ഉടമ തൻ്റെ 3 മക്കളിൽ ആർക്കാണ് തൻ്റെ കാലശേഷം ഈ ഒരു കമ്പനി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ തൻ്റെ 3 മക്കളെയും അദ്ദേഹം അടുത്ത് വിളിച്ച് അവർക്ക് 1000 ചീപ്പുകൾ വീതം നൽകി. അവരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തുള്ള ആശ്രമത്തിൽ പോയി ഈ ചീപ്പുകളെല്ലാം വിൽക്കണം. ഏറ്റവും കൂടുതൽ ആരാണ് വിൽക്കുന്നത് അവർക്കായിരിക്കും കമ്പനി ഏൽപ്പിച്ചു തരിക എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അങ്ങനെ ഈ 3 മക്കളും ആശ്രമത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. അവിടെയുള്ള ആർക്കും തലമുടിയില്ല, എല്ലാവരും തല മുണ്ടനം ചെയ്തിരിക്കുകയാണ്. തലമുടിയില്ലാത്ത ഇവർക്ക് എങ്ങനെ തങ്ങളുടെ ചീപ്പുകൾ വിൽക്കും എന്ന് ഈ 3 പേരും ചിന്തിച്ചു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഇവർ 3 പേരും തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു ചെന്നു. പിതാവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര ചീപ്പുകൾ വീതം വിറ്റു? ഒന്നാമത്തവൻ പറഞ്ഞു, ഞാൻ 10 ചീപ്പുകൾ അവർക്ക് വിറ്റു. ഞാൻ അവരോട് പറഞ്ഞു, ഈ ചീപ്പുകളൊക്കെ വിറ്റ് തീർത്താൽ മാത്രമേ എനിക്ക് കമ്പനി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ സഹായിച്ച് എൻ്റെ ചീപ്പുകളൊക്കെ നിങ്ങൾ വാങ്ങണം എന്ന് ഞാൻ അവരോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തവൻ പറഞ്ഞു, ഞാൻ 20 ചീപ്പുകൾ വിറ്റു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് തലമുടിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയില്ല, പക്ഷേ ഇതുകൊണ്ട് പുറം ചൊറിയുവാൻ സാധിക്കുമെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവർ 20 ചീപ്പുകൾ എൻ്റെ കയ്യിൽ നിന്നും അവർ വാങ്ങി. മൂന്നാമത്തവൻ പറഞ്ഞു, ഞാൻ എല്ലാ ചീപ്പുകളും ഞാൻ അവർക്ക് വിറ്റു. എങ്ങനെയാണ് നീ മുഴുവൻ ചീപ്പുകളും വിറ്റത് എന്ന് പിതാവ് അവനോട് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഈ ചീപ്പ് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ ഗുരുവിൻ്റെ മഹത്വവചനങ്ങൾ അതിൽ രേഖപ്പെടുത്തുക, അതിൽ എഴുതി വയ്ക്കുക. ഈ ചീപ്പ് ആരൊക്കെ ഉപയോഗിക്കുന്നുവോ അവരെല്ലാവരും ഈ ഗുരുവിൻ്റെ മഹത്വവചനങ്ങൾ വായിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവരെല്ലാ ചീപ്പുകളും 1000 ചീപ്പും അവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് മൂന്നാമത്തവൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല രീതിയിൽ നമ്മുടെ ജീവിതത്തെ ജീവിച്ചു തീർക്കാം, ശരിയല്ലേ? ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് മരിക്കാം, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം. പക്ഷേ മൂന്നാമത്തെ ഒരു തലമുണ്ട്. അത് ദൈവികതയാൽ ഞാൻ നിറയുമ്പോൾ മാത്രമാണ് എനിക്കും മറ്റുള്ളവർക്കും എൻ്റെ ജീവിതം കൊണ്ട് ഉപകാരമുണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവികത ഞാൻ നിറയ്ക്കുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതം കൊണ്ട് എനിക്കും മറ്റുള്ളവർക്കും ഉപകാരമുണ്ടാവുകയുള്ളൂ. ആരോ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി വിശ്വസിച്ച് മുന്നോട്ട് ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ജീവിക്കുക എന്നുള്ളത് അത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുകയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തെ എങ്ങനെ മനോഹരമാക്കി തീർക്കാം, മഹത്വചനങ്ങൾ പോലെ എൻ്റെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.